പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെല്ലാം മഹത്വവും അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ നീതിയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, സമാധാനത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ അവർക്ക് വാക്സിൻ കൊടുക്കാറുണ്ട്. അത് വാക്സിൻ നമുക്കറിയാം, ഒരു 15 ദിവസം, 30 ദിവസം, 45 ദിവസം, 3 മാസം അങ്ങനെയൊക്കെ കൂടുമ്പോൾ വാക്സിൻ കൊടുക്കുന്നത് ലോകത്തിൽ അവർ ജീവിക്കുമ്പോൾ പല രോഗങ്ങളും, പകർച്ചവ്യാധികളും മാരക രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ മുൻകൂട്ടി അവർക്ക് കൊടുക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ഒരു വാക്സിനാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ നിൻ്റെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരു വാക്സിൻ പോലെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ അത് നമ്മൾ സംഗ്രഹിക്കുകയാണ്. എന്തിനാണ്? മുന്നോട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിൽ പല പ്രശ്നങ്ങൾ, കുഴികൾ, പാപരോഗങ്ങൾ ഒക്കെ നമ്മൾ പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രതിരോധശേഷിയുള്ള ഒരാൾ, മുന്നമേ അതിന് ഒരു വാക്സിൻ എടുത്തിട്ടുള്ള ഒരാൾ അതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയും. അനേകർ വീഴുന്നതിൻ്റെ കാരണം ഈ വചനം ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ വചനം കേൾക്കുന്നു, പക്ഷേ ആ വചനത്തോട് നമുക്ക് ആത്മാർത്ഥമായ ഒരു കൂറ് ഇല്ല. ശുശ്രൂഷകന്മാരെക്കുറിച്ച് പറയുന്നൊരു വാക്യം എപ്പോഴും ഞാൻ ഓർക്കുന്നതാണ്. അത് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവരെക്കുറിച്ച് പറയുമ്പോൾ അവർ വിശ്വാസത്തിൻ്റെ മർമ്മം പറയാമോ? വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ പിടിച്ചുകൊള്ളുന്നവരായിരിക്കണമെന്നാണ്. വിശ്വാസത്തിൻ്റെ മർമ്മമൊക്കെ നന്നായി അറിയാവുന്നവരായിരിക്കാം നമ്മൾ, പക്ഷേ അത് എവിടെ ഉണ്ടാകണം? ശുദ്ധ മനസ്സ്, നമ്മുടെ ഹൃദയത്തിൽ അത് നമ്മൾ സൂക്ഷിക്കണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 1-ാമത്തെ കുറിപ്പ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. യേശുക്രിസ്തു തൻ്റെ വ്യക്തിത്വത്തിൽ അതിശ്രേഷ്ഠൻ എന്നുള്ളതാണ് 1-ാമത്തെ പ്രധാന ഹെഡിങ്. അതിലാദ്യത്തെ ഉപശീർഷകം സബ് പോയിൻ്റായിട്ട് നമ്മൾ ചിന്തിച്ച് പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ, 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 2-ാമത്തെ സബ് പോയിൻ്റ് എന്ന് പറയുന്നത് ഉപശീർഷകം ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. അതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 5 ശീർഷകങ്ങൾ നമ്മൾ ചിന്തിച്ചു. 1-ാമത്തേത് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നത് അവിടത്തേക്ക് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു, പറയാമോ, നാമമുണ്ട്. ശ്രേഷ്ഠമായ നാമമുണ്ട്. ഏതാണ് ആ നാമം? എന്താ വിളിച്ചത്? എന്ത് നാമം വിളിച്ചേ? പുത്രൻ എന്നുള്ള നാമം. 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. 2-ാമത്തേത് അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരിക്കുന്നത് അവിടുന്ന് ആരാധ്യനും ദൂതന്മാർ ആരാധകരുമാണ്. ദൂതന്മാർ, ഞങ്ങൾക്ക് ദൂതന്മാരുണ്ട്, നിങ്ങൾക്ക് ആരാണുള്ളത് എന്ന് ചോദിച്ച് യഹൂദ വിശ്വാസികളെ ലജ്ജിപ്പിക്കുവാനും അവരെ സംശയിപ്പിക്കാനായിട്ട് ആളുകൾ ശ്രമിക്കുമ്പോൾ അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ലേഖനകർത്താവ് പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, ദൂതന്മാർ നാം ആരാധിക്കുന്ന, നാം വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആരാധകർ മാത്രമാണ്. നാം വിശ്വസിക്കുന്നവൻ ആരാണ്? ആരാധ്യനാണ്. അവരുടെ ആരാധന ദൂതന്മാർ ആരാധിക്കുന്നവനാണ്. 3-ാമത്തത് നമ്മൾ ചിന്തിച്ചു, യേശുക്രിസ്തു ആരാണ്? രാജാവും ദൂതന്മാർ ആജ്ഞാനുവർത്തികളുമാണ്. ദൂതന്മാർ താൻ രാജാവായിരിക്കുന്ന ക്രിസ്തു പുത്രൻ പറയുമ്പോൾ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി അനുഷ്ഠിക്കുന്ന, അതെല്ലാം നിവർത്തിക്കുന്ന ആജ്ഞാനുവർത്തികളാണ്. അത് 7-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെക്കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിൻ്റെ സിംഹാസനം എന്നുമെന്നേക്കും ഉള്ള നിത്യനായ രാജാവാണ് പുത്രൻ. ദൂതന്മാർ കേവലം ആ രാജാവിൻ്റെ ആജ്ഞാനുവർത്തികൾ, ശുശ്രൂഷകന്മാർ മാത്രമാണ്. ഞങ്ങൾക്ക് ദൂതന്മാരുണ്ട് എന്ന് പറയുന്നവർ നിങ്ങൾ പരാജിതരാണ്. കാരണം ഞങ്ങൾക്കാരുണ്ട്? ആ ദൂതന്മാർ അനുസരിക്കുന്ന രാജാവിലാണ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? വിശ്വസിച്ചിരിക്കുന്നത്. 4-ാമത് നമ്മൾ ചിന്തിച്ചത് അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു അല്ലെങ്കിൽ പുത്രൻ നിത്യ
സൃഷ്ടാവ്, ദൂതന്മാർ സൃഷ്ടികളുമാണ്. അവിടെ നമ്മൾ കണ്ടൊരു കാര്യം, അവിടെ പറഞ്ഞത്, കർത്താവിന് പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുന്നില്ല. അപ്പോൾ അവസാനിക്കാത്ത എന്താ ഉള്ളത്? മാറാത്തത് എന്താ ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ? പഴകാത്തത് എന്തെങ്കിലും ഉണ്ടോ? മാറ്റം വരാത്തത് എന്തെങ്കിലും ഉണ്ടോ? നശിച്ചു പോകാത്തത് എന്തെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ? ഉണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതാര് മാത്രമേ ഉള്ളൂ? നമ്മൾ വിശ്വസിക്കുന്ന കർത്താവും അവൻ്റെ വചനവും മാത്രമേ ഉള്ളൂ. ചെറിയ സാറ് പാടിയത് അതാണല്ലോ, നശിക്കുമീതരയ്ക്കുമീതെ ഉള്ളതൊക്കെ എങ്കിലും നശിക്കയില്ല നാഥനാം അവൻ്റെ വാക്കൊരിക്കലും, രസിച്ചിടാം അതിൽ വസിച്ചു വിശ്വസിച്ചു നിശ്ചലം. അപ്പോൾ ഭൂമിയിലെ സാധനം നമ്മളിന്ന് വലിയ വലുതായി കാണുന്നത് അതൊക്കെ എന്തു ചെയ്യും? നമ്മൾ എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? എന്തിനാണോ നമ്മൾ ഓടുന്നത് അതെല്ലാം എന്തു ചെയ്യും? നശിച്ചു പോകും. നമ്മൾ ഒത്തിരി വർഷങ്ങൾ പാടുപെട്ട് പണിയെടുത്ത് നമ്മൾ നിർമ്മിച്ച വീടുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ വളരെ അഭിമാനത്തോടെ കാണുന്ന ആ വീട്, അതെന്ത് ചെയ്യും? ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മൾ പണി കഴിപ്പിച്ച ആ മനോഹര സൗധത്തിൻ്റെ മുമ്പിൽ കാർപോർച്ചിൽ കൊണ്ടുവന്ന് നമ്മുടെ ശവം വയ്ക്കും, നമ്മുടെ ഡെഡ് ബോഡി അവിടെ വയ്ക്കും, പെട്ടിയിലാക്കി കൊണ്ടുവന്ന് വയ്ക്കും. ആ വീടും നശിച്ചു പോകും. ഈ ശരീരം എന്ത് ചെയ്യും? വസ്ത്രം പോലെ പഴകും, ഉടുപ്പ് പോലെ ചുരുട്ടും, അവയെല്ലാം മാറിപ്പോകും, നശിച്ചു പോകും, എല്ലാം മാറിപ്പോകും. നമ്മൾ പണ്ട് ഒരു 15 കൊല്ലം 20 കൊല്ലം മുമ്പ് നമ്മൾ വഴക്ക് കൂടിയ കാര്യം ഇന്ന് ഓർക്കുമ്പോൾ നമുക്ക് നാണം തോന്നുന്നില്ലേ? ലജ്ജ തോന്നുന്നില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടാണോ നമ്മളതിനു വേണ്ടി വഴക്കുണ്ടാക്കിയത്? ഇന്ന് അതിനെന്തില്ല? ഒരു വിലയും ഇല്ല. ഇന്ന് ഒരു വിലയില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇന്നും നമ്മൾ ചെയ്യുന്നത്. ഒരു വിലയും ഒരു കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിനാ വചനം പറയുന്നത്, നമ്മൾ എന്തുള്ളവരാകണം? ദീർഘദൃഷ്ടിയുള്ളത്. നമ്മൾ ഉയരത്തിലുള്ളത് എന്ത് ചെയ്യണം? ചിന്തിക്കണം. നമ്മൾ ആരുടെയും പിന്നാലെ പോകരുത്. ലോകത്തിലെ ആളുകളെ പോലെ ആകാൻ നമ്മൾ എന്ത് ചെയ്യണ്ട? ശ്രമിക്കേണ്ട. എല്ലാവരും യൂറോപ്പിൽ പോകുക. നിന്നോട് ആരെങ്കിലും പറഞ്ഞു യൂറോപ്പിൽ പോകാൻ? നീ എന്തിനാ പോകുന്നത്? എല്ലാവരും പോകുന്നു, ഞാനും അല്ലേ? അവിടെ പോയവരൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടാണോ പോകുന്നത്? അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വല്ലതും എടുത്തിട്ടുണ്ടോ? അറിയാവോ? ഒന്നും അറിഞ്ഞിട്ടല്ല. UK പോകണം, കാനഡയിൽ പോകണം, ഞാനതിനെതിരല്ല. പക്ഷേ മകളെ നിനക്ക് പോകണമോ? അത് ദൈവം നിന്നെക്കുറിച്ച് അത് ഉദ്ദേശിക്കുന്നുണ്ടോ? നീ പോയാൽ അത് നിനക്ക് നന്മയാകുമോ? നിൻ്റെ മാതാപിതാക്കന്മാർക്ക് നന്മയാകുമോ? നിനക്ക് സാമ്പത്തികമായിട്ട്, നിനക്ക് ധാർമ്മികമായിട്ട്, ആത്മീകമായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? അനേകർക്ക് ഇത് ഈ ഏറ്റവും താഴത്തേതായത് സാമ്പത്തികം. ആ സാമ്പത്തികമായിട്ടുള്ള ഗുണം പോലും ഉണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടുണ്ടോ? നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പറഞ്ഞു വിടുമല്ലേ? ഇവിടത്തേക്കാളും ബുദ്ധിമുട്ടാണ് അവിടെ, അല്ലേ? നമ്മൾ പറയുന്ന അവിടെ നല്ല സുഖമാണെന്നാണ്. ആ സുഖം ഉപേക്ഷിച്ച് അവിടെ നിന്ന് മിഷണറിമാർ ഇവിടെ വന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇതിനകത്ത് ഇപ്പം ഇരിക്കുന്നത്, അല്ലേ? ആ സുഖം ഉപേക്ഷിച്ച് അവരിവിടെ വന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇവിടുത്തെ സുഖം ഉപേക്ഷിച്ച് അനേകർ വടക്കേ ഇന്ത്യയിൽ പോയതുകൊണ്ടാണ് ഇന്ന് വടക്കേ ഇന്ത്യയിൽ വലിയ ഉണർവുണ്ടാകുന്നത്. നമ്മളത് അറിയുന്നില്ല. ഇന്ത്യയിലെ ഉണർവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ടോ? ഉണർവ് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കേരളത്തിൽ അതില്ലെന്നേ ഉള്ളൂ. ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ വലിയ ഉണർവ് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഏകദേശം 30 വർഷത്തോളമായി രാജസ്ഥാനിലെ അൽവറിൽ ബൈബിൾ സ്കൂളിൽ പഠിച്ചത്. ആ സമയത്ത് ഞങ്ങളെ ഔട്ട്റീച്ചിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു പട്ടണത്തിലോ അല്ലെങ്കിൽ ഗ്രാമത്തിലോ ഒരു വിശ്വാസി പോലും ഇല്ല. ഇന്ന് ആ സാഹചര്യമൊക്കെ മാറി. എല്ലാ ഗ്രാമങ്ങളിലും ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഒരു സഭയോ അല്ലെങ്കിൽ ഒരു വിശ്വാസിയോ ഇല്ലാത്ത ഒരു ഗ്രാമവും ഇന്നില്ല. അതുകൊണ്ടാണ് ഉപദ്രവങ്ങളുണ്ടാകുന്നത്. ഇന്ത്യയിൽ വളരെ ഉണർവ് നടന്നുകൊണ്ട് നമ്മളെ ഏറ്റവും പുറകിലാണ്. നമ്മളെ എങ്ങോട്ടാണ് നോക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞിടത്തേക്കാണ് നമ്മൾ നോക്കുന്നത്. അതെല്ലാം എന്താകും? നശിച്ചു പോകും, ഇല്ലാതെയായി പോകും. ഇവിടെ ഒരു സുഖവും, ശാശ്വതമായ ഒരു സുഖവുമില്ല. എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു വചനമുണ്ട് സങ്കീർത്തനത്തിൽ, മനുഷ്യൻ തൻ്റെ ബഹുമാനത്തിൽ
നിലനിൽക്കില്ല. നമ്മൾ ബഹുമാനത്തിന് വേണ്ടി നമ്മൾ കെട്ടിപ്പൊക്കുന്ന ഒരു കാര്യവും എന്ത് ചെയ്യില്ല, നിലനിൽക്കില്ല. ഒരു പ്രയോജനമുള്ളതല്ല. എത്ര സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയും? നമ്മുടെ ഈ ആപേക്ഷികമായ ചില തീരുമാനങ്ങളുണ്ട് അല്ലേ? ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ആ വ്യക്തിയാണ് ഏറ്റവും സമ്പന്നൻ, കോടീശ്വരൻ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇതെല്ലാം എന്താണ്? കമ്പാരിറ്റീവ്ലി ആണ്, ആപേക്ഷികമാണ്. ആണോ അല്ലയോ? നമ്മൾ ആരെയാണ് നോക്കുന്നത്? ഈ സക്സസ്ഫുള്ളായ വിജയിച്ചവരെയാണ് നോക്കുന്നത്. ആ സത്യത്തിൽ അവർ സക്സസ്ഫുള്ളാണോ? അവരോട് ചോദിക്കാം, അവർ പണം ഉണ്ടാക്കുന്നതിൽ അവരാരാ? അതിന് ഒരു പുരോഗതി എന്ന് പറയും. നമ്മൾ പുരോഗതി എന്ന് പറയുന്നത് ലോകത്തിൽ പറയുന്നതെല്ലാം സക്സസ് അല്ല, വിജയമല്ല. ആണോ? നമ്മൾ പഠിച്ചിട്ടില്ലേ? സോഷ്യൽ സ്റ്റഡീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോകത്തിലെ രാജ്യങ്ങളെ 3ആയിട്ട് തിരിക്കാം. എന്താ? ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ്, അൺഡെവലപ്ഡ് കൺട്രീസ്. വികസിത രാജ്യം, വികസ്വര രാജ്യങ്ങൾ, അവികസിത രാജ്യങ്ങൾ. ഏതാ നല്ലത്? നമ്മൾ പറയും വികസിത രാജ്യങ്ങളാണ്, ഡെവലപ്ഡ് കൺട്രീസ്. അപ്പോൾ നമ്മൾ ആ ഏറ്റവും നല്ല രാജ്യത്തിലേക്ക് പോകാൻ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഒത്തിരി, എൻ്റെ ആളുകളൊക്കെ പോയിട്ടുണ്ട്. പോയവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കേൾക്കണം, നന്നായിട്ട്. അതാ പറഞ്ഞ് നമ്മൾ അതിൻ്റെ അവരുടെ അനുഭവങ്ങൾ നമ്മൾ എടുക്കണം. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗം എവിടെയാണ്? ഞാൻ പറഞ്ഞ 3 കാറ്റഗറിയിൽ ഏതിലാണ് പെടുന്നത്? വികസിത രാജ്യങ്ങളിലാണ്. ഏറ്റവും കുറവ് ക്യാൻസർ അല്ലെങ്കിൽ രോഗങ്ങളുള്ളത് എവിടെയാണ്? അൺഡെവലപ്ഡ് കൺട്രീസിലാണ്, അവികസിത രാജ്യങ്ങളിലാണ്. ഏറ്റവും നല്ല വായു, ഏറ്റവും നല്ല വെള്ളം, ഏറ്റവും നല്ല ജീവിത സാഹചര്യങ്ങൾ ദൈവം സൃഷ്ടിച്ചതുപോലെ പ്രകൃതിയും സംവിധാനങ്ങളും ഉള്ളത് എവിടെയാണ്? അവികസിത. അപ്പോൾ നമ്മൾ പുരോഗതി, വികസനം എന്ന് പറയുന്നത് ദൈവം വെച്ച സംവിധാനത്തിന് എതിരായതുകൊണ്ട് അവിടെ എല്ലാ കുഴപ്പങ്ങളുമുണ്ട്, എല്ലാവിധ കുഴപ്പങ്ങളുമുണ്ട്. അവിടെ ക്യാൻസർ രോഗമുണ്ട്. ഏറ്റവും കൂടുതൽ മാനസിക രോഗികൾ അല്ലെങ്കിൽ മാനസികാരോഗ്യം കുറവുള്ള ആളുകൾ എവിടെയാ? നമ്മുടെ മക്കൾ പോയിട്ട് ആരെയാണ് ശുശ്രൂഷിക്കുന്നത്? ആരെയാണ് ശുശ്രൂഷിക്കുന്നത്? ഏറ്റവും കൂടുതൽ വൃദ്ധ സദനങ്ങൾ അല്ലെങ്കിൽ കെയർ ഹോമുകളുള്ള എവിടെയാണ്? അപ്പം നമ്മൾ തെറ്റിദ്ധാരണകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് മാറ്റണം. വചനം നമ്മെ ശരി പഠിപ്പിക്കുക. എന്താ? ഇതെല്ലാം എന്ത് ചെയ്യും? ഇതെല്ലാം നശിച്ചു പോകും, എല്ലാം ഇല്ലാതെയായി പോകും. നമ്മൾ ഇന്ന് വലുതെന്ന് കരുതുന്ന ഒരു കാര്യവും നിലനിൽക്കില്ല. മക്കൾ പോലും അല്ലേ? നമ്മൾ കുഞ്ഞു മക്കളെ വളർത്തുന്നത് എന്ത് വിചാരിച്ചാൽ പിന്നെ വളർത്തി നമുക്ക് ആരാക്കണം, വലിയൊരു സംഭവം ആക്കണം, എന്നിട്ട് വേണം നമുക്ക് നെഞ്ചു വിരിച്ച് നടക്കാൻ. ഒന്നുമില്ല, വെറുതെ തോന്നുന്നതാണ്. വചനം പറയുന്നു നിലനിൽക്കുന്ന ഒരാളേ ഉള്ളൂ. അതാരാ? കർത്താവ്. അവൻ്റെ വചനം, അവൻ്റെ വാക്കുകൾ, അതിനെന്തില്ല, മാറ്റം വരികയില്ല. ഒരു ദൈവപൈതൽ എപ്പോഴും എല്ലായ്പ്പോഴും അവൻ സൃഷ്ടിച്ച ദൂതന്മാരിലല്ല, നിത്യസൃഷ്ടാവായ അവനിൽ മാത്രം എന്ത് ചെയ്യണം? ആശ്രയിക്കണം. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. അതിനെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്, എങ്കിലും വേണ്ട, നമുക്ക് മുന്നോട്ട് പോകാം. ഒടുവിലായിട്ട് നമ്മൾ ആ അധ്യായത്തിൽ ചിന്തിച്ചത് അതിൻ്റെ 13-14 വാക്യങ്ങൾ നമ്മൾ ഓർക്കുകയുണ്ടായി. ക്രിസ്തു സർവത്തിനും മീതെ അധികാരിയും ദൂതന്മാർ ശുശ്രൂഷകന്മാരുമാണ്. ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞാൽ ക്രിസ്തു രക്ഷിക്കുന്നവരുടെ ശുശ്രൂഷകന്മാരാണ്. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനിരിക്കുന്നവരുടെ 14 വാക്യം അത് പഠിക്കണം. ചില വാക്യങ്ങളൊക്കെ നിങ്ങൾ ഞാൻ വിചാരിക്കുന്നു വീട്ടിൽ വായിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടോ? വായിക്കണം. ഈ അധ്യായങ്ങളൊക്കെ നിങ്ങൾ തുടർമാനമായിട്ട് ആവർത്തിച്ച് ഒരാഴ്ച ഒരു 2 പ്രാവശ്യമൊക്കെ 2-3 പ്രാവശ്യം വായിക്കുകയാണെങ്കിൽ ഇത് കേൾക്കുന്നതിൻ്റെ കൂടെ വായിക്കുമ്പോൾ ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ മെമ്മറിയിൽ ഹാർഡ്വെയറിൽ അങ്ങ് കയറിക്കോളും. അവരൊക്കെ രക്ഷ പ്രാപിപ്പാനിരിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. അപ്പോൾ അവരെ വേണമോ, അവരിൽ വിശ്വസിക്കണമോ, അവരിൽ ആശ്രയിക്കണമോ, അതോ ആ സർവത്തിനും മീതെ അധികാരിയായ ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കോളും, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് പറയുന്ന വലത്തുഭാഗത്തിരുന്ന് ഇവരൊക്കെ നിയന്ത്രിക്കുന്ന അയക്കുന്ന ആ പുത്രനെ നിങ്ങൾക്ക് വേണമോ? നിങ്ങൾ മടങ്ങി പോകരുത്, നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്, നിങ്ങൾ മറിച്ച് ചിന്തിക്കരുത് എന്ന് ദൈവാത്മാവ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്.
അഞ്ചാമത്തെ പോയിന്റിലേക്ക് ആറാമത്തെ കാരണത്തിലേക്ക് എന്തുകൊണ്ട് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളതിൻ്റെ ആറാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 1 മുതൽ 4 വരെ നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതായിരിക്കും. 2-ന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അറിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നൊരുവൻ ഒരിടത്തു സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നുണ്ട്. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഈ പോർഷനിലെ വിഷയം എന്ന് പറയുന്നത് ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം? അയ്യോ, നിങ്ങൾ ദൂതന്മാരെക്കാൾ താണവനായ ഇൻഫീരിയറായ യേശുവിലാണല്ലോ നിങ്ങൾ വിശ്വസിക്കുന്നത്. എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. ഞങ്ങൾക്ക് ആരുണ്ട്? യഹൂദന്മാർ പറയുക, ഇവർ യഹൂദന്മാരിൽ നിന്ന് വിശ്വസിച്ച് വന്ന യഹൂദ വിശ്വാസികൾ, എബ്രായ വിശ്വാസികളോട് അവർ പറയുക, ഞങ്ങൾക്ക് ആരുണ്ട്? ദൂതന്മാരെക്കാൾ, യേശുവിനേക്കാൾ വലിയവനായ അല്ലെങ്കിൽ വലിയവനായ ദൂതന്മാർ ഞങ്ങൾക്കുണ്ട്. അപ്പം യേശു താണവനാണ് എന്ന് പറയാൻ എന്താ കാരണം? അതിൻ്റെ കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ സൃഷ്ടിച്ചു? ദൂതന്മാരെക്കാൾ അല്ലേ? ഇവിടെ പറഞ്ഞിട്ടില്ലേ, നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, നീ അവനെ ദൂതന്മാരെക്കാൾ, 7-ാം വാക്യം, നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അപ്പോൾ ഏറ്റവും മുകളിൽ ആരാ? ദൈവം. ഏറ്റവും മുകളിൽ ദൈവമാണ്. അതിൻ്റെ താഴെ ആരാ? ദൂതന്മാർ. അപ്പോൾ പിന്നെ ദൈവം ഭൂമിയും ആകാശവും എല്ലാം സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി ആരെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ യേശു ആരാ? യേശു മനുഷ്യനാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ സ്ഥാനം എവിടെയാണ്? ദൂതന്മാരെക്കാൾ താണതാണ്. ആണല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾ ആ ദൂതന്മാരുടെ അടുക്കിലേക്ക് വാ, യേശുവിനെ വിട്, ദൂതന്മാരെക്കാൾ താണ യേശുവിനെ വിടൂ. അതിനുള്ള ഉത്തരമാണ് ഈ പോർഷൻ. അതായത് 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു തൻ്റെ മനുഷ്യത്വത്തിൽ ദൂതന്മാരെക്കാൾ താണവനായിത്തീർന്നത് മനുഷ്യവർഗത്തിന് അവരുടെ നഷ്ടപ്പെട്ട ആധിപത്യവും തേജസ്സും വീണ്ടെടുത്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അതാണ് ആ പോർഷനിൽ പറഞ്ഞിരിക്കുന്നത്. അധികം വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല, എങ്കിലും നമുക്കൊന്ന് വായിക്കാം. അതായത് അവിടെ 5 മുതൽ വായിക്കുമ്പോൾ, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യനെ സന്ദർശിക്കേണ്ടതിന്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനം അവനെ അണിയിച്ചിരിക്കുന്നു. ആരെ? തേജസ്സും ബഹുമാനം ആരെ അണിയിച്ചു? മനുഷ്യനെ. എന്നിട്ട് നിൻ്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവൻ്റെ, ആരുടെ? മനുഷ്യൻ്റെ. സകലവും അവന് എന്തെല്ലാം കൊടുത്തു? അപ്പോൾ തേജസ്സും ബഹുമാനം കൊടുത്തു. ദൈവം സൃഷ്ടിച്ച സകലത്തിനും മനുഷ്യനെ എന്താക്കി? അധിപതിയാക്കി, അധികാരിയാക്കി. എല്ലാം ആരുടെ കയ്യിൽ കൊടുത്തു? മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു. നീ ഇത് നോക്കിക്കോ, നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. തോട്ടം എന്ത് ചെയ്യാനാ? തോട്ടം കാപ്പാനും തോട്ടത്തിൽ വേല ചെയ്യുവാനും. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി, ഇതിലെ ചരാചരങ്ങളെ, ഈ പ്രകൃതിയെ സംരക്ഷിക്കാനാണ് ദൈവം മനുഷ്യനെ ആക്കിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളതിനെ എന്ത് ചെയ്തു? ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു. അവനോ അനേകം ദ്രോഹസൂത്രങ്ങളെ കണ്ടുപിടിച്ചു എന്നാണ്. അവന് സുഖത്തിന് വേണ്ടിയിട്ട് അവനിതെല്ലാം ദൈവം മനുഷ്യന് ഇതെല്ലാം മനുഷ്യന് വേണ്ടി ഇതെല്ലാം സൃഷ്ടിച്ചത് അവൻ്റെ കയ്യിൽ കൊടുത്തത്. മനുഷ്യനിതിനെന്താക്കി? എന്നിട്ട് അവിടെ കാണുന്ന എല്ലാം അവൻ്റെ കയ്യിൽ കൊടുത്തു. അവന് തേജസ്സും ബഹുമാനവും കൊടുത്തു, അവന് ആധിപത്യം കൊടുത്തു, അല്ലെങ്കിൽ അധികാരം കൊടുത്തു. 8-ാം വാക്യം, സകലം അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നുവെന്ന് ഒരുവൻ ഒരിടത്ത്
സാക്ഷ്യം പറയുന്നു. എവിടെയാണ്? 2-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്ന ഈ വാക്യങ്ങൾ. സാക്ഷ്യം പറയുന്നു, സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാലിപ്പോൾ, അവിടെയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു വാക്ക് കിടക്കുന്നത്. എന്നാലിപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. കാണുന്നില്ല എന്ന ആ വാക്കിൻ്റെ അടിയിൽ വരയ്ക്കണം. ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ മനുഷ്യന് കീഴ്പ്പെടുന്നുണ്ടോ? ഒരു ഉറുമ്പ് പോലും അവനെന്ത് ചെയ്യുന്നില്ല, കീഴ്പ്പെടുന്നില്ല. മനുഷ്യൻ്റെ ആധിപത്യം, അധികാരം നഷ്ടപ്പെട്ടു. മാത്രമല്ല അവന് തേജസ്സും ബഹുമാനവും നഷ്ടപ്പെട്ടു. എവിടെ നഷ്ടപ്പെട്ട്? എങ്ങനെ നഷ്ടപ്പെട്ട്? പാപം ചെയ്തപ്പോൾ അല്ലേ? പാപം ചെയ്തപ്പോൾ അവന് തേജസ്സും ബഹുമാനവും നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു. പാപം ചെയ്ത മനുഷ്യന് തേജസ്സും ബഹുമാനവും അധികാരവും നഷ്ടപ്പെട്ട മനുഷ്യൻ ഇന്നത് തിരികെ പിടിക്കാനുള്ള തത്രപ്പാടിലാണ്. അത് ഭൗതികമായ നിലയിൽ പിടിക്കാനാണ് മനുഷ്യൻ നോക്കുന്നത് അല്ലേ? ഈ ബഹുമാനം, തേജസ്സും ബഹുമാനവും അല്ലേ? നമ്മൾ തേജസ് വരുത്താൻ, ബഹുമാനം വരുത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ, അധികാരത്തിന് വേണ്ടി, എല്ലായിടത്തും അധികാരത്തിന് വേണ്ടിയുള്ള സംഘർഷങ്ങളുണ്ട് ഇല്ലേ? വീട്ടിലില്ലേ? ഇരിപ്പ് കണ്ട ഒരു കുഴപ്പമില്ലെന്ന് തോന്നും. വീട്ടിലുണ്ട്. കർത്താവ് പറഞ്ഞു, എന്തോ പറഞ്ഞു? നിൻ്റെ ആഗ്രഹം അവനോടായിരിക്കും. അവനോടായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ മേൽ ആധിപത്യം. കയ്യിനോട് പറഞ്ഞു, പാപം നിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ് എന്ന് പറഞ്ഞെന്താ? നിന്നെ എന്ത് ചെയ്യാനാ? കീഴ്പ്പെടുത്താനാ. അതേ അർത്ഥത്തിൽ അവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സംഘർഷം എല്ലായിടത്തും, 10 മനുഷ്യർ കൂടുന്നിടത്ത് അവിടെ എനിക്ക് വലിയവനാകണം, ഒരു അധികാരം വേണമെന്നൊരു ചിന്താഗതി ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇത് നഷ്ടപ്പെട്ടതാ. ഈ ആദമികമായി നഷ്ടപ്പെട്ടത് ഈ പാപസ്വഭാവത്തിലൂടെ ഇങ്ങനെ വരിക നമ്മളിലേക്ക്. അപ്പോൾ അതൊന്നും എനിക്ക് തിരികെ പിടിക്കണം. തേജസ്സും ബഹുമാനം വീട്ടിൽ വേണം, സമൂഹത്തിൽ ജോലി ചെയ്യുന്നിടത്ത് വേണം, സഭയിൽ പോയാൽ വേണം, ക്ലബ്ബിൽ പോയാൽ വേണം, അല്ലെങ്കിൽ ഇനി എവിടെ പോയാലും അവിടെയെല്ലാം എനിക്ക് ആ ബഹുമാനം വേണം, ആദരവ് വേണം, അവിടെ ഒരു അധികാരം വേണമെന്നൊരു ചിന്തയില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ, പുറത്ത് പറഞ്ഞില്ലേലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നേടിയെടുക്കേണ്ട ആവശ്യം അതിനു വേണ്ടിയ മനുഷ്യൻ എന്തുണ്ടാകുന്നത്? പണം ഉണ്ടാക്കാനും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകളുടെ ആദരവും ബഹുമാനമൊക്കെ പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടില്ല? അവിടെ കാണുന്നു 9-ാം വാക്യം. 8-ാം വാക്യത്തിനൊടുവിൽ, എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. 8-ാം വാക്യത്തിൻ്റെ ഒടുവിൽ കാണുന്നില്ല, 9-ാം വാക്യത്തിൻ്റെ ഒടുവിൽ കാണുന്നു. എന്ത് കാണുന്നു? എങ്കിലും മനുഷ്യൻ നഷ്ടപ്പെടുത്തി, സൗരസൗരന്മാരെ നമ്മൾ നഷ്ടപ്പെടുത്തിയ ഏതനിൽ. അപ്പോൾ നമ്മൾ പറയും, അയ്യോ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല, അത് ആദമും ഹവ്വയാണ്. ആദമും ഹവ്വയിലും നമ്മളെന്ത് ചെയ്തു? ആദമും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്തേനെ നമ്മളായിരുന്നെങ്കിൽ അല്ലേ? ഞാനതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഈ പിശാച് വന്ന് പെട്ടെന്നൊരു ദിവസം വന്ന് പാപത്തിൽ വീഴ്ത്തുകയായിരുന്നോ, ചതിക്കുകയായിരുന്നോ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പെട്ടെന്നൊരു ദിവസം അല്ല, അതിങ്ങനെ കുറച്ച് നാളുകളെടുത്ത് ഈ ചാറ്റിങ് കുറച്ച് നാളിങ്ങനെ തുടർന്ന് കാണും. എന്നിട്ടായിരിക്കും ചീറ്റ് ചെയ്തത്. അങ്ങനെയല്ലേ? വിശ്വാസം നേടിയെടുത്തിട്ടാണല്ലോ ചീറ്റ് ചെയ്യുന്നത്, അതിൽ വീഴ്ത്തുന്നത്. അപ്പം നമ്മളായിരുന്നെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ക്രിസ്തുവർഷം 21-ാം നൂറ്റാണ്ടിൽ, അതിനു മുമ്പ് എത്രയോ നൂറ്റാണ്ടുകളുണ്ട് അല്ലേ? BC ഒക്കെ കിടക്കുക. ഈ ക്രിസ്തുവർഷം 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളായിരുന്നെങ്കിൽ അത്രയും ദിവസങ്ങളൊന്നും എടുക്കേണ്ടി വരില്ലായിരുന്നു. അതിനു മുമ്പേ നമ്മൾ വീണേനെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരും നമ്മൾ 1-ാം തലമുറപ്പെട്ടവർ കുറവായിരിക്കാം, 2, 3, 4-ാമത്തെ തലമുറക്കാരായിരിക്കാം. നമ്മൾ ചിന്തിക്കും നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കാൻ പോയിട്ടില്ല, നമ്മളല്ലെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെയുള്ള ദുരാചാരങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല. നല്ല കാര്യം. പക്ഷേ നമ്മുടെ പിതാക്കന്മാരുടെ പാപങ്ങളിൽ നമുക്കെന്തുണ്ട്? ഓഹരി ഉണ്ട്. ദൈവം നമ്മെ രക്ഷിച്ചത്, സഹോദരങ്ങളെ,
ദൈവം നമ്മെ രക്ഷിച്ച് വിഗ്രഹാരാധനയിൽ രക്ഷിച്ചു. വിഗ്രഹാരാധനയില്ലാത്ത ഒരിടത്തേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നെങ്കിൽ നമ്മളെ അതിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? രക്ഷിച്ചു. നമുക്ക് നന്ദി പറയാം. നമ്മൾ നന്ദി പറയണ്ടേ? ഞാൻ മദ്യപിച്ചിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് നന്ദി പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണോ? അല്ല. അതിൽ നിന്ന് ദൈവം എന്നെ എന്ത് ചെയ്തു? എത്രയോ ആളുകൾ മദ്യപിച്ചും ലഹരിക്കൊക്കെ അടിമയായി ജീവിക്കുമ്പോൾ കർത്താവെ നീ എന്നെ രക്ഷിച്ചു. അനേകർ തെറ്റായ ബഹുമാനത്തിനും ആദരവിനും അധികാരത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ കർത്താവെ നീ എനിക്ക് വേണ്ടി താണു വന്ന്, ദൂതന്മാരെക്കാൾ നീ താണു വന്നത്, ദൂതന്മാരെക്കാൾ താണവനായ ഞാൻ ഏതിനിൽ നഷ്ടപ്പെടുത്തിയ ആ തേജസ്സും ബഹുമാനവും അധികാരവും എനിക്ക് തിരികെ നൽകാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്, എപ്പോഴും ആരാധിക്കുന്നത്. അതുകൊണ്ട് കർത്താവെ എനിക്ക് ലോകത്തിലൊരു ബഹുമാനം എനിക്ക് വേണ്ട. അതെപ്പോൾ ഈ ബഹുമാനവും അധികാരവും എപ്പോൾ ലഭിക്കും? ബാബുചേട്ടാ എപ്പോൾ ലഭിക്കും? അത് 5-ാം വാക്യം. എന്താ? നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ മനുഷ്യന് വേണ്ടി ഇതെല്ലാം എന്ത് ചെയ്തതാ? കീഴാക്കി കൊടുത്തതാ. പക്ഷെ അവനെന്ത് ചെയ്തു? കളഞ്ഞു കൊടുത്തു, നഷ്ടപ്പെടുത്തി. മുടിയനായ പുത്രൻ്റെ പോലെ. നമ്മൾ മുടിയൻ പുത്രന്മാരാ. നമ്മൾ ചിലപ്പം വിശ്വാസ കുടുംബത്തിലായിരിക്കും ഞാൻ, പക്ഷെ നമ്മളും മുടിയൻ പുത്രന്മാർ. അപ്പൻ്റെ എല്ലാ അവകാശങ്ങളും സ്വത്തും വസ്തുവകകളും ആ ബഹുമാനവും ആ അധികാരവും ഒക്കെ നമ്മളെന്ത് ചെയ്തതാ? കളഞ്ഞു കുഴിച്ചവരാണ്. പക്ഷേ നമ്മളായിരുന്ന സ്ഥലത്തേക്ക്, അതായത് ദൂതന്മാരെക്കാൾ താണവരായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ അവിടേക്ക് യേശു വന്നു, ദൈവപുത്രൻ വന്നു. അതുകൊണ്ട് ആ വാക്ക് യേശു എന്നുള്ളത്. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു. ഇവിടെ അല്പം എന്ന് പറയുന്നത് കുറച്ച് താണുന്നല്ല, അല്പ സമയത്തേക്ക് എന്ത് ചെയ്തു? താണു. യേശുവിൻ പുത്രൻ്റെ താഴ്ച അത് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്നതല്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം, ആ സമത്വത്തിൽ നിന്ന് അവൻ താഴേക്ക് വന്ന് മനുഷ്യനായി തീർന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമായൊരു കാര്യമാണ്. നമ്മളോട് പറഞ്ഞത് ആ താഴ്മ കണ്ട് നമ്മൾ ആരായിത്തീരണം. അതിന് തൊട്ടുമേലത്തെ വാക്യം എന്താ? ക്രിസ്തുയേശുവിലുള്ള ഭാവം. നിങ്ങളും അങ്ങനെ, അത് ഞായറാഴ്ച വായിച്ച ആരാധനയ്ക്ക് ചിന്ത പറയാൻ വേണ്ടിയിട്ടല്ല, പറഞ്ഞുകൊണ്ട് തെറ്റില്ല. പക്ഷെ അവിടുത്തെ ഉദ്ദേശം പറഞ്ഞത് എന്ത് ഉദ്ദേശിച്ചാ? താഴ്മ വേണം, ക്രിസ്തുവിലുള്ള ഭാവം വേണം, സൗമ്യത വേണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ താണത് ഏറ്റവും താഴത്തേക്ക് പോയി. മരിക്കാൻ വേണ്ടി താഴേക്ക്. പക്ഷെ അതെന്തിനാ? അതവിടെ പറഞ്ഞിരിക്കുന്നത്. അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം ആസ്വദിച്ചുകൊണ്ട് നാം അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. അപ്പോൾ എന്തിനാ താണേ? നമ്മൾ നഷ്ടപ്പെടുത്തിയ തേജസ് തിരികെ തല്ല. നമ്മൾ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. നമുക്ക് ആ ദൈവ തേജസ് ആര് തന്നു? കർത്താവ് തന്നു. നമ്മൾ പാപം ചെയ്ത അധികാരം എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. ആ അധികാരം ആ ക്രിസ്തുവിൽ നമുക്ക് പുനഃസ്ഥാപിച്ചു. അതിനുവേണ്ടി ദൈവപുത്രൻ നമ്മെപ്പോലെ ആയിത്തീർന്നു. അതാണ് 10-ാമത്തെ വാക്യം പറയുന്നത്. 10 മുതലുള്ള വാക്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഈ പോർഷനിൽ, നമ്മളിപ്പോൾ പറഞ്ഞ ആ പോർഷനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ 5-ാം വാക്യത്തിൽ ഒരു 5-ാം വാക്യം, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ. ഏതാ ഭാവി ലോകം? നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം ഏതാ? തെറ്റായാലും കുഴപ്പമില്ല, പറഞ്ഞോ. ഇപ്പം ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ എന്ത് ചെയ്തു? ബഹുമാനവും അല്ലെങ്കിൽ ആ തേജസ്സും അധികാരവും നഷ്ടപ്പെടുത്തി. ക്രിസ്തുവിൽ നമുക്കതെന്ത് ചെയ്യുന്നു? പുനഃസ്ഥാപിക്കുന്നു. യേശു കർത്താവ് നമ്മളെപ്പോലെ ആയിട്ട് നമ്മൾ അവിടെ വായിക്കുന്നത് ഇപ്പോൾ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി കാണുന്നു. നമുക്ക് ക്രിസ്തുവിൽ എല്ലാവർക്കും വേണ്ടി, ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ച് നമുക്കത് പുനഃസ്ഥാപിച്ചു. അപ്പോൾ അത് എപ്പോഴാണ് അനുഭവിക്കാൻ പോകുന്നത് ഈ അധികാരമൊക്കെ? അത് 5-ാം വാക്യം. ഭാവി ലോകം. അതേതാ ലോകം? സ്വർഗത്തിലാണോ? സ്വർഗത്തിൽ ആരെ കീഴ്പ്പെടുത്തുന്നത്?
ആരുടെ മേലെ അധികാരം നമുക്ക് ഉണ്ടോ? ഇല്ല. അപ്പം ഇവിടെ തന്നെയാണ് നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൂതന്മാർക്കല്ല, പിന്നെ ആർക്കാ? മനുഷ്യർക്കാണ്. മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് തിരിച്ച് അതുപോലെയുള്ള ഒരു ലോകം ദൈവം ഭൂമിയിൽ ഒരുക്കുകയാണ്. അപ്പം ഈ പോർഷൻ ശരിക്കും എമിലിയനിസ്റ്റുകളുടെ അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ച നിഷേധികളുടെ നട്ടെല്ല് തല്ലി തകർക്കുന്ന ഒരു പോർഷനായത്. അപ്പം ഒരു ഭാവി ലോകം ഉണ്ട്. ദൈവം വിഭാവനം ചെയ്തതുപോലെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെ എല്ലാ അധികാരവും തേജസ്സുമുള്ള മഹത്വമുള്ളവനായിട്ട് ഭൂമിയിൽ മനുഷ്യൻ വാഴും. ഭൂമി അതിനുവേണ്ടി കാത്തിരിക്കുക. നമ്മളൊക്കെ ഇനി കർത്താവ് വരാൻ താമസിച്ചാൽ മരിച്ച് മണ്ണായി പോയാലും നമ്മളൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് നല്ല തേജസ്സോടുകൂടെ മഹത്വത്തോടുകൂടെ അധികാരത്തോടുകൂടെ ഈ ഭൂമിയിൽ വാഴുന്നത് കാത്തിരിക്കുക. ആര്? സൃഷ്ടി, ഭൂമി കാത്തിരിക്കുക. റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23 മുതലൊന്ന് വായിക്കാമോ? റോമർ 8:22 മുതൽ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഇരിക്കുന്നതോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലും മതി. 20-ാം വാക്യമാണ് വായിക്കേണ്ടത്. 19 മുതലുള്ള വാക്യങ്ങൾ. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ, അടുത്ത വാക്കെന്താ? തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കും. ദൈവപുത്രന്മാർക്ക് എന്ത് ലഭിക്കും? മനുഷ്യർക്ക് എന്ത് ലഭിക്കും? തേജസ്. നഷ്ടപ്പെടുത്തിയ തേജസ്സും അധികാരവും പ്രാപിച്ചുകൊണ്ട് ഒരു കൂട്ടം മനുഷ്യർ, വീണ്ടെടുക്കപ്പെട്ടവർ ഈ ഭൂമിയിലേക്ക്, ദൈവമക്കൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് ഈ സൃഷ്ടി എന്ത് ചെയ്തിരിക്കുക? കാത്തിരിക്കുകയാണ്. 21-ാം വാക്യം. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ സർവ്വ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിയിരിക്കുന്നുവെന്ന് നാം. അപ്പോൾ ഈ സൃഷ്ടി എങ്ങനെ ഇരിക്കുന്നത്? മനുഷ്യൻ മലയിടിച്ച് നിരത്തുമ്പോൾ, മനുഷ്യൻ അവൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച ഈ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുമ്പോൾ, ഈ പ്രകൃതിയെ അവൻ ചൂഷണം ചെയ്ത് ഇവിടെ ആഗോളതമനം വർദ്ധിക്കുമ്പോൾ, ഇവിടെ അന്റാർട്ടിക്കയിൽ ഐസുരുക്കി ഈ സമുദ്രമെല്ലാം ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഈ സൃഷ്ടി എന്ത് ചെയ്യുക? എന്താ പറയുന്നത്? ആ വാക്ക് പറയാവോ? സൃഷ്ടി ഞരങ്ങുകയാണ്. നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയുമ്പോൾ, നമ്മൾ പ്ലാസ്റ്റിക്കിനകത്താക്കി എല്ലാ വേസ്റ്റൊക്കെ ഇതിനകത്ത് സ്കൂട്ടറിൻ്റെ മുമ്പിൽ വെച്ച് ആരും കാണാതെ കൊണ്ടുപോയി റോഡിന് സൈഡിലേക്ക് വലിച്ചെറിയുമ്പോൾ സൃഷ്ടി ഞരങ്ങുകയാണ്. പക്ഷേ സൃഷ്ടിക്കൊരു കാത്തിരിപ്പുണ്ട്, ഒരു ആശയുണ്ട്, ഒരു ആകാംക്ഷയുണ്ട്. അതെന്താ? ദൈവപുത്രൻ എന്ത് ചെയ്തു? അവൻ ഉയർന്നവനായിരുന്നെങ്കിലും, അവൻ ദൂതന്മാരെക്കാൾ അത്യുന്നതനായിരുന്നെങ്കിലും, ദൂതന്മാരുടെ ദൈവമായിരുന്നെങ്കിലും, നിത്യ സൃഷ്ടാവായിരുന്നെങ്കിലും, രാജാവായിരുന്നെങ്കിലും, അവൻ ദൂതന്മാരെക്കാൾ അല്പം താണുവന്ന് ഈ സൃഷ്ടിയിൽ, അല്ലെങ്കിൽ ഈ സൃഷ്ടിയെ സംരക്ഷിക്കേണ്ടുന്ന മനുഷ്യൻ അവൻ നഷ്ടപ്പെടുത്തിയ തേജസ്സും ബഹുമാനം അവന് പുനഃസ്ഥാപിച്ചു കൊടുത്തു. എങ്ങനെ? മരണത്തിലൂടെ. 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായലേഖനം 2:10 മുതൽ. സകലത്തിനും കാരണബോധനമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. വിശദീകരിക്കുന്നവരും വിശദീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അതുഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിച്ചു. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവനെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിനും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷനായി കഷ്ടമനുഭവിച്ചിരിക്കുക പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കാൻ കഴിവുള്ളവനാകുന്നു.
ദൈവത്തിന് സ്തോത്രം. 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അടുത്ത പോയിൻ്റാണ്. 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു ജഡത്തിൽ വന്ന് കഷ്ടം അനുഭവിച്ചതിനാൽ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ രക്ഷിക്കുവാനും സഹായിപ്പാനും താൻ യോഗ്യനാണ്, മതിയായവനാണ് എന്ന് തെളിയിച്ചു. അപ്പോൾ ദൂതന്മാരെക്കാൾ താണവനാണല്ലോ എന്ന് പറഞ്ഞാൽ അതെ, ദൂതന്മാരെക്കാൾ എന്ത് ചെയ്തു? താണു. അവൻ പുത്രനായിരുന്നു, പക്ഷേ യേശുവായിട്ട് വന്നു. അവൻ നിത്യപുത്രനായിരുന്നു, മശിഹാപുത്രനായിട്ട് വന്നു. ജഡത്തിൽ വന്ന് ദൂതന്മാരെക്കാൾ താണവനായിട്ട് വന്നു. എന്തുകൊണ്ടാണ്? ആരെയാണോ അവൻ രക്ഷിക്കുന്നത് അവരെ പോലെ ആയിത്തീരാൻ ആവശ്യമായിരുന്നു. അതാണ് ഈ പോർഷനിൽ പറഞ്ഞിരിക്കുന്നത്. 2-3 പ്രസ്താവനകൾ വേഗത്തിൽ നോക്കാം. 10-ാം വാക്യത്തിൽ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത്. അപ്പോൾ അനേകം പുത്രന്മാരെന്ന് പറയുന്നത് അവിടെ 11-ാം വാക്യത്തിൽ, അതായത് വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അപ്പം പുത്രൻ എന്ന് പറയുന്നത് ഈ പിതാവായ ദൈവം ആരുടെയൊക്കെ പിതാവാണ് ഇവിടെ പറയുമ്പോൾ? യേശുവിൻ്റെ പിതാവാണ്, പിന്നെ നമ്മുടെയും പിതാവാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കുന്നില്ല. ആരെ സഹോദരന്മാരെന്ന്? യേശു കർത്താവ് നമ്മളെ ആരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ഏതർത്ഥത്തിലാണ് ആ സഹോദരന്മാരെന്ന് വിളിക്കുന്നത്? ജഡത്തിൽ വന്നപ്പോൾ. അതുകൊണ്ടാണ് റോമാലേഖനം 8:29 നമ്മൾ വായിക്കുന്നത്. എന്താ അവിടെ സഹോദരന്മാരെന്നുള്ള വാക്കുണ്ടല്ലോ. ബാക്കി ഓർക്കുന്നുണ്ടോ? സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല. കണ്ടോ, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു. അപ്പോൾ പുത്രൻ ആരെ പോലെയായി? നമ്മെപ്പോലെയായി എന്ന് പറഞ്ഞാൽ നമ്മെപ്പോലെ ദൂതന്മാരെക്കാൾ താണവനായി മനുഷ്യനായിട്ട് വന്നു, ജഡശരീരത്തിൽ വന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളും അവിടുന്ന് ജഡത്തിൽ അവിടുത്തെ പുത്രനാണ്. നീ എൻ്റെ പുത്രൻ എന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു പുത്രൻ. അങ്ങനെ സഹോദരനാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഒരിക്കൽ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷത്തിൽ, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ. ഓ സ്തോത്രം. രക്ഷിക്കാനായി നമ്മെപ്പോലെ വന്ന്, നമ്മുടെ സഹോദരനായി വന്ന്, നമ്മെപ്പോലെ നമ്മുടെ സ്നേഹിതനായി വന്ന വേറൊരാളില്ല. ആ ശരീരത്തിൽ നമ്മുടെ എല്ലാ കഷ്ടങ്ങളും എന്ത് ചെയ്തു? അനുഭവിച്ചു. എല്ലാ വേദനകളും ആ ശരീരത്തിൽ അനുഭവിച്ചു. അതുകൊണ്ട് കർത്താവ് ആ രക്ഷിക്കപ്പെടുന്നവരെ എന്താ വിളിക്കുന്നത്? എൻ്റെ സഹോദരങ്ങൾ എന്നാണ് പറയുന്നത്. സഹോദരൻ എന്ന് പറയുന്ന, സ്നേഹിതൻ എന്ന് പറയുന്ന കർത്താവ് അവിടെ തന്നെ പറഞ്ഞു, സ്നേഹിതന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ല. അങ്ങനെ കർത്താവ് വന്ന ഒരു സ്നേഹിതനായി, ഒരു സഹോദരനായിട്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും വായിക്കുന്ന അല്ലെങ്കിൽ പറയാറുള്ള ഒരു വാക്യം, 14-ാം വാക്യം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. ഇതിൻ്റെ അവിടുത്തെ അർത്ഥം എന്താ ശരിക്കും? അത് ആ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു എന്നുള്ളതിനാൽ അവൻ താണവനാണെന്നല്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, ലോകത്തിൽ ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിവിശേഷം വേറെയില്ല. അവൻ ജഡത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് അവൻ താണവനല്ല. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നത്. അവനും അവരെ പോലെ വന്നു. എന്തിനാ? ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് തൻ്റെ ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും തൻ്റെ മരണത്താൽ വിടുവിച്ചു. അങ്ങനെ വിടുവിക്കാനാവും വന്നത്. അയ്യോ, എൻ്റെ കർത്താവിൻ്റെ ആ പ്രീ എക്സിസ്റ്റൻസ്, അവൻ്റെ പൂർവാസ്തിത്വം മനസ്സിലാക്കുമ്പോൾ അവൻ എല്ലാമായിരുന്നു. എങ്കിലും ദൈവകൃപയാൽ അല്പം അവൻ താണതാണ്. നിന്നെപ്പോലെ ആയിത്തീർന്നത്, നീ ചിന്തിക്കുന്ന പോലെ നിന്നെപ്പോലെ ഒരാളല്ല. അങ്ങനെ ആയിത്തീർന്ന എന്തിനാ? മരണഭീതിയിൽ നിന്ന്,
മരണത്തിൽ നിന്ന്, പിശാചിൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കാൻ, നിന്നെ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 17-18 വാക്യങ്ങൾ. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ. കണ്ടോ, സഹായിക്കണമെങ്കിൽ മേടയിലിരിക്കുന്നവന് സഹായിക്കാൻ പറ്റുമോ? വിശപ്പറിയണം, ദാഹം അറിയണം, മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ നിന്നയുടെ വേദന എന്താണെന്നറിയണം, ചെകിടത്തടിക്കുമ്പോൾ എന്താ ബുദ്ധിമുട്ട്, അപമാനിക്കപ്പെടുമ്പോൾ എങ്ങനെയാ ഫീലിംഗ് ഉണ്ടാകുന്നത്, ആ താടിരോമങ്ങൾ പിഴുതെടുക്കുമ്പോൾ, ആ പൈസയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ, ജനിച്ചിട്ട് കിടത്താൻ സ്ഥലമില്ലാതെ വരുമ്പോൾ, കപ്പം കൊടുക്കാൻ കാശില്ലാതെ വരുമ്പോൾ എങ്ങനെയാ മനസ്സിൻ്റെ വേദന എന്ന് അങ്ങനെ മനസ്സിലാക്കണം ശരീരത്തിൽ വന്ന്. അത് അങ്ങനെ മനസ്സിലാക്കിയവനാണ് നിന്നെ സഹായിക്കാമെന്ന് പറയുന്നത്. സ്തോത്രം. കണ്ടോ, അവനും ആകെ വിശ്വസ്ത മഹാപുരോഹിതനാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായ കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ. ഒരു പ്രശ്നമില്ലാതെ സ്വർഗത്തിലിരുന്ന് ഇങ്ങ് ഇറങ്ങി വന്ന ആളല്ല. ഈ ഇറങ്ങി വന്ന് എല്ലാ പ്രശ്നങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് താൻ തന്നെ പരീക്ഷിതനായ കഷ്ടം അനുഭവിച്ചുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്ന്. അനുസരണം പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അനുസരണം പഠിച്ചു. പുത്രനെങ്കിലും നിത്യപുത്രനെങ്കിലും മശിഹാപുത്രനായി വന്ന് താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷ നൽകാൻ അവൻ യോഗ്യനാണെന്ന് തെളിയിച്ചു. അതാ ഈ പോർഷൻ പറയുന്നത്. നിന്നെപ്പോലെ ഈ പാപത്തിൽ അടിമപ്പെട്ട് പാപം ചെയ്ത് എല്ലാ കുഴപ്പങ്ങളും അനുഭവിച്ച് അതിൽ ജീവിക്കുന്ന നിന്നെ രക്ഷിക്കാൻ അവൻ യോഗ്യനാണെന്ന് ആ പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ വന്ന് അവൻ തെളിയിച്ചു. പാപം ചെയ്തിട്ടില്ല, പാപജടത്തിലല്ല, പിന്നെന്താ, പാപജടത്തിൻ്റെ സാദൃശ്യത്തിൽ ജീവിച്ച് അവൻ അതിന് യോഗ്യനാണ് എന്ന് തെളിയിച്ചു. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. സകലത്തിനും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരുവാൻ യുക്തമായിരുന്നു. 14 വാക്യത്തിൽ മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി തീരുവാൻ ആവശ്യമായിരുന്നു. അങ്ങനെ ആരുണ്ട്? ദൂതന്മാരുണ്ടോ? ഇല്ല. ആരേ ഉള്ളൂ? യേശു കർത്താവേ ഉള്ളൂ. എന്നിട്ടൊരു മുന്നറിയിപ്പ്. ഈ ദൂതന്മാരുടെ കാര്യം പറഞ്ഞിട്ട് 6 മുന്നറിയിപ്പ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 6 മുന്നറിയിപ്പ് ഈ ലേഖനത്തിലുണ്ട്. ഓരോ പോർഷൻ പറഞ്ഞിട്ട് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. അപ്പോൾ ഈ പോർഷനിൽ ദൂതന്മാരെക്കാൾ യേശു ശ്രേഷ്ഠനാണെന്ന് പറഞ്ഞിട്ട് ഒരു മുന്നറിയിപ്പ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു നൽകിയതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? എന്താ പറയുന്നതിൻ്റെ അർത്ഥം? ദൂതന്മാർ മുഖാന്തരമാണ് ന്യായപ്രമാണം കൊടുത്തത്. പക്ഷേ ദൂതന്മാർ ഇൻഫീരിയറാണ്, ഈ പുത്രനേക്കാൾ താണവരാണ്. അവർ മുഖാന്തരം നൽകിയ ന്യായപ്രമാണം, പഴയ നിയമം അനുസരിക്കാതിരുന്നവർക്ക് ന്യായമായ എന്ത് കിട്ടി? ശിക്ഷ, പ്രതിഫലം കിട്ടിയെങ്കിൽ അത് കമ്പാരിസനാണ്, അവിടെ താരതമ്യം വരെ. എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാൽ തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിയത് കൊണ്ട് കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് നൽകിയതുമായ എത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ പിന്നെ അവനെന്തില്ല? അവന് വേറെ രക്ഷ ഇല്ല. അവന് തെറ്റൊഴിയാൻ കഴിയില്ല. സുവിശേഷം അസന്നിഗ്ധമാണ്. സുവിശേഷത്തിൽ സന്ധിയില്ല. ക്രൂശിൻ്റെ വചനത്തിൽ സന്ധിയില്ല. ആ വചനം രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയും പിന്നെ നശിച്ചു പോകുന്നവർക്ക്
ദൈവം സിയോനിൽ ഇട്ട കല്ല് വിശ്വസിക്കുന്നവർക്ക് മൂലക്കല്ലാണ്, ശ്രേഷ്ഠവും മാന്യവുമായ കല്ലാണ്. പക്ഷേ വിശ്വസിക്കാത്തവർക്കോ, പത്രോസ് എന്താ പറയുന്നത്, വിശ്വസിക്കാത്തവർക്കോ അത് ഒരേ കല്ല് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വേറെ രക്ഷാമാർഗമില്ല. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവിൻ്റെ താഴ്ചയെ നമുക്കേ അറിഞ്ഞുകൂടും. അവൻ വലിയവനായിരുന്നു, പക്ഷെ നമുക്ക് വേണ്ടി അവൻ താണു, നമ്മെ ഉയർത്തുവാൻ, നമ്മളെവിടെ കൊണ്ടുവരാൻ, അവൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ, നമുക്കെല്ലാം തരാൻ. അവനിൽ നമുക്കെല്ലാം ഉണ്ട്. ലോകത്തിൽ നമുക്കൊന്നുമില്ല. നാം എല്ലാം നഷ്ടപ്പെടുത്തുവാൻ ഉള്ളത് മാത്രമാണ് ലോകത്തുള്ളത്, നശിച്ചു പോകാനുള്ളതാണ്. എന്നാൽ അനശ്വരമായ നിത്യമായത് നമുക്ക് നൽകാനാണ് കർത്താവ് ലോകത്തിലേക്ക് താണവനായവൻ. അവൻ്റെ താഴ്ചയെ നമുക്ക് ഓർക്കാം, നമ്മളെ തന്നെ താഴ്ത്താം, വിധേയപ്പെടുത്താം. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.